ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്കൊന്നും തോന്നരുത് കേട്ടോ, പനി പിടിച്ചിരിക്കുന്ന ഒരു ടൈമിലാണ് നമ്മൾ ഈ വോയിസ് ഓവർ ചെയ്യണത്. അപ്പോൾ അതിൻ്റെ കുറച്ച് മിസ്റ്റേക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ, ഒന്ന് ക്ഷമിച്ചോളൂ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാമല്ല. നമ്മുടെ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ കൊള്ളായി എന്ന് പറഞ്ഞാൽ മതി. നമ്മുടെ സുടുമോനും പനി പിടിച്ച് എല്ലാവർക്കും പനി പിടിച്ചു കേട്ടോ. അത് കാരണം കൊണ്ട് നമ്മുടെ ഈ പ്രാവശ്യത്തെ ഓണം അങ്ങോട്ട് കൊള്ളായി. നമ്മളിപ്പോൾ ഉത്രാടത്തുനിന്ന് തലേ ദിവസം തൊട്ടുള്ള പരിപാടികളാണ് കേട്ടോ കാണിക്കണത് നമ്മുടെ വീഡിയോയിൽ. അപ്പോൾ ഈ നമ്മുടെ തൃക്കാരപ്പനെടുത്ത് ചുമപ്പിക്കുകയാണ് കേട്ടോ. നമ്മുടെ മഹാവിഷ്ണു ആണെന്നാണ് പറയുക. അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെയാണ്? നമ്മൾ ഇവിടെ കുങ്കുമം, അന്ന് പനിയാണ് കേട്ടോ, പനി പിടിച്ചിരിക്കുന്നത് കാരണം കൊണ്ടാണ് മുഖമൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. എനിക്കപ്പോൾ മേക്കാച്ചിൽ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അപ്പോഴത്തേനും ഇതൊക്കെ ചെയ്ത് വയ്ക്കുന്നത് നമ്മുടെ സുടുക്കൂടനാണെങ്കിൽ അവിടെ തോർത്തുമുണ്ട് ഇങ്ങനെ നനച്ചിട്ട് ഇങ്ങനെ കെടുത്തിക്കണം കേട്ടോ, പനി കൂടാണ്ടിരിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ അതിനിടയിൽ അമ്മ അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ, സുടുമോൻ്റെ അടുത്ത് കിടക്കുന്നുണ്ട്. അവനന്നുണ്ടെന്നുണ്ടെങ്കിൽ പനിയാകുമ്പോൾ ഒരാളടുത്ത് കിടന്നില്ലെങ്കിൽ ഭയങ്കര പേടിയാണ് കേട്ടോ. ഏത് നേരം തലപൊക്കി നോക്കി നോക്കും ആരെങ്കിലും കിടക്കണ്ടോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കും ആൾ. അപ്പോൾ പിന്നെ അവൻ പേടിക്കാണ്ട് ഞെട്ടാണ്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് അമ്മാമ്മയുടെ കിടക്കൂട്ടോ. അപ്പോൾ ഞാനപ്പോൾ സമയം ഇതനുസരിച്ച് വേഗം, എനിക്ക് പനി കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കില്ല, നമുക്കപ്പോൾ ഓണം കൂടലൊന്നും നടക്കില്ല. അപ്പോൾ അങ്ങനെ തൃക്കേരപ്പനൊക്കെ ഓരോന്നെടുത്ത് അങ്ങനെ ചുമപ്പിച്ച് വെച്ചു കേട്ടോ. നമ്മളിവിടെ കുങ്കുമം ഉപയോഗിക്കാറ്, ചിലർ വേറെ എന്തോ ഒരു കളർ ഇതൊക്കെ ഉപയോഗിക്കുന്നത് കാണാം. പിന്നെ തുമ്പക്കുടം കുറച്ച് കിട്ടിയിട്ടുണ്ടായി, അപ്പോൾ അതൊന്നും നന്നാക്കി എടുത്ത് പിന്നെ പൂവൊക്കെ ഇട്ടത് കളയാനൊക്കെ ആയിട്ട് നോക്കിയിട്ട് പിന്നെ അടിച്ചൊക്കെ വാരി പിന്നെ തുടയ്ക്കാനൊക്കെ ആയിട്ട് നോക്കിയിട്ടാണ്. ഇന്ന് വൈകിട്ട് കൊള്ളണമല്ലോ ഓണം, പിന്നെ പിറ്റേ ദിവസം വെള്ളിയാഴ്ച ആവുമല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് വ്യാഴാഴ്ച തന്നെ വൈകുന്നേരം ഒരു 12 മണിക്ക് മുന്നായിട്ട് നമ്മൾ ഓണം കൊണ്ടു കേട്ടോ. അപ്പോൾ അങ്ങനെ അടിച്ച് വാരലും തുടയ്ക്കാനും ഒക്കെ ആയിട്ട് പിന്നെ നിന്നു കേട്ടോ. തുടയ്ക്കലും അടിക്കലും തന്നെ അടിക്കാൻ പിന്നെ കുറച്ചുണ്ടായിരുന്നു. നമ്മുടെ ഈ ഹാളിൽ സിറ്റ് ഔട്ടിലല്ലേ കൊള്ളണത്, പിന്നെ കാർ പോർച്ചിൽ അവിടെ കാറ് എടുക്കണം. അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ഒന്ന് തുടച്ച് പോയി കേട്ടോ. ഇടയിൽ സുടുമോനിങ്ങനെ പനി വേഗം കൂടുതലായിട്ടാ, പെട്ടെന്ന് തന്നെ കൂടുതലായി. അപ്പോൾ അങ്ങനെ വേഗം തുണിയെടുത്ത് തുടക്കലും മരുന്നും ഇതൊക്കെ കൊടുത്തു കേട്ടോ. അതിനിടയിൽ പെട്ടെന്ന് ഇങ്ങനെ അവന് ശ്വാസം കിട്ടാത്തൊരു ബുദ്ധിമുട്ട് പോലെയായി, പനി കൂടുതലായിപ്പോൾ. അപ്പോൾ തുണിയെടുത്ത് നനച്ച് തുടക്കലും മരുന്നൊക്കെ എടുത്ത് കൊടുത്തു കേട്ടോ. മരുന്നൊന്ന് കൊടുത്തപ്പോൾ അതിനിടയിലൊന്ന് കുറഞ്ഞു. അത് കഴിഞ്ഞ് ഓണം കൊള്ളാൻ പറ്റുമെന്നൊന്നും അറിയില്ലായിരുന്നു കേട്ടോ. അന്ന് തന്നെ വൈകിട്ട് കൊണ്ടുപോണ്ടി വരണം, അപ്പോൾ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. തിരുവോണത്തുനിന്ന് തന്നെ പോകേണ്ടി വരുമോ എന്നുള്ളൊരു ടെൻഷനും പേടിയായിരുന്നു കേട്ടോ. നല്ലൊരു ദിവസമായിട്ട് സുഡുവിന് പനി പെട്ടെന്ന് കൂടുതലാവും ചെയ്തു. നമ്മുടെ ഓണം ഒക്കെ കൊള്ളായതിനല്ല, പക്ഷേ പനി വന്നു കഴിഞ്ഞാണ്ടല്ലോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മുടെ ഈ മക്കൾക്ക്, ഇതേപോലെയുള്ള മക്കൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പോലും ഒരു റെസ്റ്റ് കിട്ടില്ല. നമുക്കും പനി പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെ ഒരാളും ഇല്ല നോക്കാനായിട്ട്. അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും പനി. അപ്പോൾ വീട്ടിലൊരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഇതായിട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും തല പൊക്കാനോ ഒന്നിനും പറ്റിയില്ല. പിന്നെ എനിക്കെന്നുണ്ടെന്നുണ്ടെങ്കിൽ സുടുമോനെ നോക്കണം. തല പൊക്കാൻ പറ്റിയിട്ടല്ല, എന്നാലും നമുക്ക് നോക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. എനിക്കൊന്ന് സ്വസ്ഥമായിട്ടൊന്ന് കിടക്കാനോ ഒന്നിനും പറ്റില്ല കേട്ടോ. എനിക്ക് തീരെ എണീക്കാൻ പറ്റാണ്ടായി. തലവേദനയും ഛർദിയും സുഡുവിൻ്റെ പോലെ തന്നെ എനിക്കും വന്നു കേട്ടോ. സൗണ്ടിനും ഒക്കെ ഇതിനും ഭയങ്കര പ്രശ്നമായി. ഇപ്പോഴും ഈ വോയിസ് ഓവർ ചെയ്യുമ്പോഴും നമ്മുടെ സൗണ്ടിന് ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ. പനി അങ്ങോട്ട് മാറിയിട്ടില്ല. പക്ഷെ നമുക്ക് നമ്മുടെ യൂട്യൂബിൽ വീഡിയോ ഒക്കെ ഇട്ടിട്ട് പോകണ്ടേ എന്ന് വിചാരിച്ചിട്ട് മാത്രം ഇടുന്നതാണ് കേട്ടോ. നമ്മുടെ വാച്ച് അവർ ഇതൊന്നും കംപ്ലീറ്റ് ആവാത്ത കാരണം കൊണ്ട് ആ ഒരു വിഷമമുണ്ട്. ഇപ്പോൾ ചെറുതായിട്ട് കയറുന്നുണ്ട് കേട്ടോ. നമ്മൾ വീഡിയോ ഇടുന്നതനുസരിച്ച് കയറുന്നുണ്ട്. പിന്നെ ലൈവിലും ഇടയ്ക്ക് വന്നിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ അപ്പോൾ എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. മാക്സിമം ഒന്ന് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ. നമ്മുടെ സുടുമോൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിനിടയിൽ സുടുമോന് കൂടുതലായി. അപ്പോൾ അങ്ങനെ വേഗം പിന്നെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി ഇഞ്ചക്ഷനൊക്കെ ചെയ്തു കേട്ടോ. അവന് പെട്ടെന്ന് കൂടുതലായി കഴിഞ്ഞ് ഇവിടെ എല്ലാവർക്കും ടെൻഷനാണ്. പിന്നെ കൂടുതലായാൽ തന്നെ നമ്മൾ ട്രിപ്പ് ഇടാനോ ഒന്നിനും നമുക്ക് പറ്റില്ലല്ലോ. നമ്മൾ എന്തോരം നേരം തോളിലിട്ട് നിൽക്കാനായിട്ട് പറ്റുമോ? സ്വസ്ഥമായിട്ട് അവിടെ കിടക്കില്ല, അങ്ങനെ ഒന്നും ചെയ്യില്ല അവൻ. അത് കാരണം കൊണ്ട് ആകെ ഒരു പേടിയായിരുന്നു സുടുമോന് കൂടുതലായി കഴിഞ്ഞാൽ. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേനും അട ചൂടാനൊക്കെ നോക്കിയിട്ടാണ് നമുക്ക് ഓണം കൊള്ളുമ്പോൾ വെക്കണ്ടേ. അപ്പോൾ പിന്നെ അടയൊക്കെ വേഗം പരത്തി അമ്മ തേങ്ങയൊക്കെ ചിരണ്ടിയൊക്കെ തന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ പൂവൊക്കെ ഒന്ന് എടുത്ത് മേശപ്പുറത്ത് വെച്ചു. പിന്നെ തുളസിയിലും തുമ്പക്കുടം എല്ലാം റെഡിയാക്കിയിട്ട് അങ്ങനെ മേശപ്പുറത്തൊക്കെ എല്ലാം ഒരുക്കി വെച്ചു കേട്ടോ. ചിലപ്പോൾ ഇനിയിപ്പോൾ കൊള്ളാൻ പറ്റുമെന്നും അറിയില്ല. സുടുമോനാണെങ്കിൽ നനച്ച് തുടക്കൽ തന്നെയായിരുന്നു.
സുടുമോ അങ്ങനെ വയ്യാണ്ട് കിടക്കായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേനും വേഗം കൊള്ളാനൊക്കെ ആയിട്ട് നോക്കിയിട്ടാ ഓണം അങ്ങനെ ഒരു കണക്കിന് വേഗം കൊണ്ടു കേട്ടോ. തൃക്കരപ്പത്തുമ്പോൾ പിന്നെ അണിയാനും ഒന്നിനും നിന്നില്ല, ഒന്നിനും നമുക്ക് പറ്റിയില്ല. അപ്പോൾ ഒന്നും ചെയ്യാനായിട്ടാണ് നിന്നില്ല കേട്ടോ. വേഗം അരിമാവ് എടുത്തിട്ട് അങ്ങനെ ഒഴിക്കുക ചെയ്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ വേഗം നമ്മൾ ഓണം കൊണ്ടു കഴിഞ്ഞ് ഒരു 10:30 പിറ്റേ ദിവസമായപ്പോഴത്തേനും സുടുമോന് കുറവൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു 10:30-11 മണി ആയപ്പോഴത്തേനും വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടോ. അങ്ങനെ ഇഞ്ചക്ഷനൊക്കെ ചെയ്ത് ഇഞ്ചക്ഷൻ ചെയ്യുന്നതിൻ്റെ ഇടയിൽ എന്നെ സുടുമോ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. മുഖത്തുനിന്ന് എൻ്റെ മുഖത്തുനിന്ന് കണ്ടെടുക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഇഞ്ചക്ഷൻ കൊടുത്തപ്പോൾ. അവന് പേടിയും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ട്, കരച്ചിലും ഇതൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ആ ഒരു നോട്ടം നോക്കിയപ്പോൾ എനിക്ക് സത്യത്തിൽ സങ്കടമായി പോയി കേട്ടോ. പെട്ടെന്ന് ഇങ്ങനെ പനി വന്നില്ലേ, അപ്പോൾ അത് കാരണം കൊണ്ട് പനി അങ്ങനെ സുടുമോൻ അങ്ങനെ വരാറില്ല കേട്ടോ. ഈ കഫക്കെട്ട് ഇതൊക്കെയാണ് അങ്ങനെ വന്നിട്ടുള്ളൂ. പക്ഷേ ഇഞ്ചക്ഷൻ എടുക്കാൻ പോവുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ അധികം. കുഞ്ഞിലൊക്കെ ഉണ്ടായിരുന്നിട്ടുണ്ട്. ഇപ്പോൾ 10-12 വയസ്സ് ആയില്ലോ. ഒരു 7 വയസ്സിനുള്ളിലൊക്കെ ഇഞ്ചക്ഷനും പരിപാടികളും തന്നെയായിരുന്നു കേട്ടോ. 7 വയസ്സ് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ പനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ വന്നിട്ടില്ല. അപ്പോൾ ഇഞ്ചക്ഷൻ എടുക്കേണ്ടതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് അവന് അങ്ങനെ ഇഞ്ചക്ഷൻ ചെയ്തപ്പോൾ എന്നെ അങ്ങനെ ഒരു നോട്ടം നോക്കിയിട്ടാ ആൾ. അപ്പോൾ എനിക്ക് സത്യത്തിൽ വിഷമമായി. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ ചോദിച്ചു ട്രിപ്പ് ഇടണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, ട്രിപ്പ് ഇട്ടാലും അവൻ കിടക്കില്ലല്ലോ എന്ന് ഡോക്ടർക്ക് അറിയാം. എന്നാലും നമ്മൾ തോളിൽ എന്തോരം നേരിട്ട് നിൽക്കാനായിട്ട് പറ്റും. പിന്നെ അമ്മയ്ക്കും എടുക്കാൻ പറ്റില്ല, അമ്മയാണ് കേട്ടോ കൂടെ പോകുന്നത്. പിന്നെ വലിയച്ഛൻ്റെ മോനുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ, സുടുമോനെ കൊണ്ടുപോയപ്പോൾ. അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ പോയിട്ട് പിന്നെ വേഗം വന്നു കേട്ടോ. പിന്നെ അങ്ങനെ എല്ലാവരും വേഗം ഒന്ന് കിടക്കുക ചെയ്തത്. സുടുമോൻ ഉറങ്ങാണ്ട് എനിക്ക് കിടക്കാനായിട്ട് ഒന്നിനും പറ്റിയില്ല. അങ്ങനെ ഒരു ഇതായിട്ടാണ് നമ്മുടെ ഓണം കൊള്ളായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുടുമോന് സദ്യ കഴിക്കാനോ പായസം കുടിക്കാനോ ഒന്നിനും പറ്റില്ല. ഇതിപ്പോൾ ഓണം പോണെങ്കിൽ പോട്ടെ, പക്ഷേ സുടുമോനൊന്ന് കുറവായി കഴിഞ്ഞിട്ട് പിന്നെ വേണം സദ്യ ഇതൊക്കെ ഒന്നും കൂടി ഒന്ന് വെക്കാനായിട്ട്, പായസമൊക്കെ കൊടുക്കാനായിട്ട്. ആർക്കും ഒന്നിനും പറ്റിയായിരുന്നില്ല കേട്ടോ ഈ പ്രാവശ്യം. അപ്പോൾ സുടുമോൻ്റെ ഒന്ന് വേഗം അവൻ്റെ ഒന്ന് കുറഞ്ഞ് കിട്ടിയാൽ മതി എന്നായിരുന്നു കേട്ടോ. പിന്നെ അമ്മയ്ക്കും എൻ്റെ കാര്യത്തിലും ഭയങ്കര ടെൻഷനാണ് കേട്ടോ. എനിക്കും പനി കുറഞ്ഞില്ലെങ്കിൽ അവനെ നോക്കാനായിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ എനിക്കും പെട്ടെന്ന് പനി പിടിച്ചപ്പോൾ എല്ലാവർക്കും ആകെ ഒരു ഇതായി, ഇവനെ നോക്കാനും ഒന്നിനും പറ്റാണ്ടാവുമോ എന്നുള്ളൊരു ടെൻഷനായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ വീഡിയോ ഇത്രയുള്ള എല്ലാവരും കാണാൻ സപ്പോർട്ട് ചെയ്യാം കേട്ടോ.